ഹായ് ഹലോ കുട്ടീസ്. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പഴയ പീസ് തുണിയായിട്ടാണ് കേട്ടോ. ഇതൊരു റെഡ് കളർ തുണിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു വെട്ടേഷൻ തുണിയാണ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു കുട്ടി പീസ് തുണിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്, അതും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലത്തെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് കാണാം. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് ക്രിസ്മസ് തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടു നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. അപ്പോൾ നമുക്ക് ഇതുമല്ല പടി എങ്ങനെ നോക്കാം. ഇത് തന്നെ ആകെ ചെറിയൊരു പീസ് തുണിയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ വശങ്ങളും സെയിം ആയിരിക്കണമെന്നില്ല, പക്ഷേ ചെറിയ വ്യത്യാസം 1-2 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. 1-2 സെൻറ്റിമീറ്റർ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് അളന്ന് നോക്കിയപ്പം വീതി 7.5 ഇഞ്ചും പിന്നെ ഒരു സൈഡ് 6.5 ഇഞ്ചും ഒരു സൈഡ് 7 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. 7.5 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഈ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരറ്റം നമ്മൾ നടുവേ കൊണ്ടുവന്നു, മറ്റേ അറ്റവും നടുവേ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ 2 ഭാഗങ്ങളും ഇതേപോലെ നടുവേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു തട്ടായിട്ട് രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത്, ഇത് ഫോൾഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി സെക്യൂർ ചെയ്തെടുക്കണം. ഇത് തുന്നുന്നില്ല കേട്ടോ, ജസ്റ്റ് സൂചി നൂല് അതിലൂടെ കുത്തി ഇറക്കി ലാസ്റ്റ് നമ്മൾ ഒരു 3-4 വട്ടം ഇങ്ങനെ ചുരച്ച് കൊടുക്കുകയാണ് നൂല് വെച്ചിട്ട്. ഇതേപോലെ ബാക്കിൽ മുന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിലേക്ക് നമ്മൾ 2-3 വട്ടം അതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കണം. ജസ്റ്റ് ഒന്ന് ചുറ്റി എടുക്കുന്നേ ഉള്ളൂ, തുന്നി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ചുറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് സെക്യൂർ ചെയ്ത് നിർത്തുന്നത്. പിന്നെ ഈ ഒരു നൂലുണ്ടല്ലോ, ഈ ഒരു നൂല് ആ ഒരു കളർ തുണിയുടെ ഏത് കളറാണോ അത് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ അടുത്ത് എക്സ്ട്രാക്റ്റ് ആ ഒരു കളർ തന്നെ ഉണ്ടായിരുന്നില്ല. തുണി ഒരു റെഡ് കളറായിരുന്നു, പക്ഷേ നൂലൊരു മെറൂൺ കളറായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അങ്ങനെ വിസിബിൾ ആവില്ല. കാരണം സെയിം അല്ലെങ്കിലും ഏകദേശം ഒരു സിമിലാരിറ്റി വരുന്ന കളറാണല്ലോ. അപ്പം നമ്മൾ അധികം വന്ന നൂലുകളും കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലവർ അല്ല, ഒരു ബട്ടർഫ്ലൈ ടൈപ്പാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുത്തുകളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വൈറ്റ് കളർ മുത്തുകൾ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കിട്ടുമ്പോൾ ഒരു കവറുണ്ടല്ലോ, ആ ഒരു കവറിൻ്റെ ഇതൊന്നും ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സാധാരണ ഞാൻ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലൊരു പീസ് എടുക്കാറുണ്ട്. ജസ്റ്റ് ആ ഒരു ഫ്ലവറും ഹെയർ ക്ലിപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ നടുവിൽ ഇതേപോലെ, അതായത് ഹെയർ ക്ലിപ്പിൻ്റെ മേലെ ഈ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് ആദ്യം ആ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിക്കുന്നു. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ബോ ഒട്ടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു ബോ ഒട്ടിച്ച് കൊടുത്താൽ, നേരിട്ടിട്ട് ഈ ഒരു ക്ലിപ്പിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ ഒരു പക്ഷേ അത് ഇളകി പോരാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ അതേസമയം ഈ ഒരു പീസ് തുണി, അതായത് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കഷ്ണം തുണി മതി, അത് നമുക്ക് ശകലം അങ്ങനെ വെച്ച് കൊടുത്താൽ അത് ഇളകിയൊന്നും പോരില്ല കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് വൈറ്റ് കളർ 3 മുത്തായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ബൗൻ്റെ നടുക്കായിട്ട്, അതായത് ആ ഒരു നൂല് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതങ്ങനെ കാണുന്നില്ല കേട്ടോ നൂല്, എങ്കിലും ജസ്റ്റ് 3 വെച്ചിട്ട് ഞാനിങ്ങനെ മറച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തീം എന്ന് പറയുന്നത് വൈറ്റ്, റെഡ്, ഗ്രീൻ ആ ഒരു കളറൊക്കെ ആണല്ലോ. അപ്പം വൈറ്റ് കളർ ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആ ഒരു പീസ് ഒട്ടിച്ചു, അതിന് മേലെ നമ്മൾ ഈ ഒരു ബോ ഒട്ടിച്ചു, മുത്തൊക്കെ ഒട്ടിച്ചു, അങ്ങനെ ബോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ബോൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ റെഡ് കളറിൽ ഏതെങ്കിലും പഴയൊരു തുണിയൊക്കെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വെട്ടുകഷ്ണം തുണി, അങ്ങനെ ഏതെങ്കിലും ഒരു തുണി മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അത് മാത്രമല്ല ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ സെല്ല് ചെയ്തിട്ട് ഒരു ഏണിങ്സ് വരുമാനം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിലൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് സെല്ലാവും. ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ആവശ്യക്കാർ കൂടുതലായിരിക്കും, കാരണം ഈ ഒരു സീസൺ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹമില്ല എങ്കിലും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, സ്കൂളൊക്കെ പോകുമ്പോൾ കുത്തിയിട്ടൊക്കെ പോകാമല്ലോ പരിപാടിക്കൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു തുണി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കളർ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കളർ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു മോഡൽ ഒന്ന് ചെയ്ത് നോക്കുക, ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ.